എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണിമാങ്ങ അച്ചാറിടുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അമ്മയാണ്. നമ്മൾ എത്ര വലുതായാലും അമ്മമാരുണ്ടാക്കുന്ന ഓരോന്നും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ? അമ്മ ഇവിടെ വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സാധനങ്ങളുടെ റെസിപ്പി ഉണ്ട്. അത് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ഇടും. കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ ആദ്യം തന്നെ മാങ്ങ നന്നായിട്ട് കഴുകി തുടയ്ക്കണം. ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല. മാങ്ങയിൽ മാത്രമല്ല വെള്ളമയം പാടില്ല എന്ന് പറയുന്നത്. അതുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളായാലും സ്പൂണായാലും എല്ലാം തന്നെ നന്നായിട്ട് തന്നെ കഴുകി തുടയ്ക്കണം. അതിലൊന്നും ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. കണ്ണി ഓരോന്നായിട്ട് പതുക്കെ പൊട്ടിച്ചെടുക്കുക. ചെറിയ രീതിയിൽ മാത്രമേ അതിൻ്റെ കണ്ണി പൊട്ടിക്കാൻ പാടുള്ളൂ. ഇതേപോലെ ചെറുതായിട്ട് ആ കണ്ണി വെക്കണം മുകളിലായിട്ട്. മാങ്ങയുടെ കറ കളയുകയൊന്നും വേണ്ട, അത് അതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ണി കൂടുതൽ അടിയിൽ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ മാങ്ങയുടെ ആ കറ മൊത്തം അങ്ങ് പോവും. അങ്ങനെ പോവാൻ പാടില്ല. ഞങ്ങൾ മാങ്ങ കറ എന്നല്ല പറയുക, മാങ്ങ ചൊന എന്നാണ് പറയുക. എല്ലാതും കണ്ണി അങ്ങനെ ആക്കിയ ശേഷം ഒരു കുപ്പിയോ അല്ലെങ്കിൽ ഒരു ഭരണിയോ എടുക്കാം. എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. 1 കിലോ മാങ്ങയ്ക്ക് ഏകദേശം 200 ഗ്രാം കല്ലുപ്പാണ് വേണ്ടത്. കല്ലുപ്പിട്ട ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മാങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം ആ കുപ്പി അടച്ചു വയ്ക്കാം. കുപ്പിയുടെ അടപ്പ് നന്നായിട്ട് അമർത്തി അടച്ചു വയ്ക്കണം. ഭരണിയിലാണ് നിങ്ങൾ ഇട്ട് വെക്കുന്നതെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ അടപ്പ് വെക്കാതെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതൊന്ന് മൂടി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ അടപ്പ് വെക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു തുണിയും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. 15 തൊട്ട് 20 ദിവസം വരെ അത് ഇതേപോലെ വെക്കണം. എന്നിട്ട് എല്ലാ ദിവസവും 2 നേരമായിട്ട് അതൊന്ന് എടുത്ത് കുലുക്കി വെക്കുക. ഇനി 2 നേരം പറ്റില്ലെങ്കിൽ 1 നേരമെങ്കിലും ചെയ്യണം. അങ്ങനെ അടിയിലുള്ള മാങ്ങ മുകളിലും മുകളിലുള്ള മാങ്ങ അടിയിലും വരത്തക്ക വിധത്തിൽ നമ്മൾ കുലുക്കിയെടുക്കണം. അങ്ങനെ കുലുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാങ്ങ മാറ്റിയിട്ട് വീണ്ടും ഈ കുപ്പിയിലേക്ക് തന്നെ ആക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാത്രവും അതേപോലെ സ്പൂണും ഒട്ടും തന്നെ നനവില്ലാത്തതായിരിക്കണം. ഇങ്ങനെ കുലുക്കിയിടുന്നത് മാങ്ങയുടെ എല്ലാ ഭാഗത്തും നേരെ ഉപ്പ് പിടിക്കാനും അതേപോലെ മാങ്ങയുടെ മുകൾ ഭാഗത്ത് പൂപ്പൽ വരാതിരിക്കാനുമാണ്. ഇത്രയും ദിവസം ആവുമ്പോഴേക്ക് തന്നെ മാങ്ങയിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ ഉപ്പും പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതെടുത്തിട്ട് മാങ്ങ വേറെ അതിൻ്റെ വെള്ളം വേറെ ആക്കി വെക്കണം. ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുത്താൽ മതി. എന്നിട്ട് വെള്ളം വേറെ വെക്കുക, ആ മാങ്ങ വേറെ വെക്കുക. ഇതേപോലെ 2 പാത്രത്തിലായിട്ട് മാറ്റി വെക്കാം. അരിച്ച് മാറ്റി വെച്ച ആ വെള്ളത്തിലേക്ക് കടുക് ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ വെള്ളം കൂടുതലില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് വെള്ളത്തിലേക്ക് തന്നെ പൊടികൾ ഇട്ടത്. ഇനി വെള്ളം കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ വെള്ളത്തിലേക്ക് നേരിട്ട് പൊടികൾ ചേർക്കേണ്ട. വേറൊരു പാത്രത്തിൽ എല്ലാ പൊടികളും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേറെ വെള്ളം ഒന്നും തന്നെ ചേർക്കേണ്ടി വരില്ല. ഈ മാങ്ങയിലുള്ള വെള്ളം തന്നെ മതിയാവും. പിന്നെ ഓരോരുത്തരുടെ ഗ്രേവിക്ക് അനുസരിച്ചാണ് ആ വെള്ളം ഒഴിക്കേണ്ടത്. തിക്ക് ഗ്രേവി മതിയെങ്കിൽ ഇത്രയൊക്കെ തന്നെ വെള്ളം മതിയാവും, പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അതും ചൂടോടുകൂടെ ഒഴിക്കരുത്. തിളപ്പിച്ച് ആറ്റിയ ശേഷം അത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഒഴിച്ചു കൊടുക്കാം. പൊടികളെല്ലാം കൂടെ വേറൊരു പാത്രത്തിലിട്ട് യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു സംശയം വരില്ല. ഇവിടെ ഇപ്പോൾ 1 കിലോ മാങ്ങയുടെ അളവാണ് പറയുന്നത്. 1 കിലോ മാങ്ങയ്ക്ക് 150 ഗ്രാം മുളക് പൊടി. കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടിയും കൂടെയാണ് 150 ഗ്രാം വേണ്ടത്. രണ്ടും കൂടെയാണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ മുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നേരിട്ട് ഇതേപോലെ വെള്ളത്തിലേക്കാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ആദ്യം മുളക് പൊടി ഇതുപോലെ ഇട്ട ശേഷം നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കണം, തീരെ കട്ടകളൊന്നും തന്നെ ഇല്ലാതെ. ഇനി അതല്ല വേറെ പാത്രത്തിലാണ് പൊടികൾ ഇടുന്നതെങ്കിൽ പൊടികളെല്ലാം കൂടെ ആദ്യം നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം. അതിനുശേഷം മാങ്ങയിൽ നിന്ന് ഒഴിച്ചു വെച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ട് ഈ പൊടികളിലേക്ക് കുറച്ചായിട്ട് നമുക്ക് യോജിപ്പിക്കാം. എത്രയാണോ ഗ്രേവിക്ക് പാകമായിട്ടുള്ളത് അതിനനുസരിച്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓരോ പൊടികളും ഇട്ട ശേഷം ഇതേപോലെ ഇങ്ങനെ യോജിപ്പിക്കുകയാണ് ചെയ്തത്. മുളക് പൊടിയുടെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് 100 ഗ്രാം കടുക് പൊടി, നമ്മൾ വറുത്ത് പൊടിക്കുകയാണെങ്കിൽ അങ്ങനെ പൊടിക്കുക, അല്ലെങ്കിൽ ഇനി വാങ്ങിച്ച പൊടിയാണെങ്കിൽ അത്
പൊടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പൊടിക്കുകയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിൻ്റെ ആ പരിപ്പ് കാണത്തക്ക വിധത്തിൽ നമ്മൾ ചതച്ചെടുക്കുമല്ലോ, അങ്ങനെ ചെയ്താൽ മതി. കടുകൊന്ന് ചൂടാക്കി എടുത്താൽ മതി, കൂടുതൽ കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ വറുത്തു പൊടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ കായം വറുത്തു പൊടിച്ചതാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അളവുകളൊക്കെ 1 കിലോ മാങ്ങയ്ക്കുള്ളതാണ്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാണിക്കുന്ന അച്ചാർ 1 കിലോ മാങ്ങയിലും കൂടുതലുണ്ട്, അളവ് പറയുന്നത് 1 കിലോൻ്റെയാണ്. പൊടികളെല്ലാം ഇട്ട ശേഷം നന്നായിട്ട് അത് യോജിപ്പിച്ചെടുക്കാം. തീരെ കട്ടകളില്ലാതെ യോജിപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം നന്നായിട്ട് യോജിച്ച ശേഷം മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇട്ട ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കുക. എല്ലാവിടെ ആ ഗ്രേവി പിടിക്കത്തക്ക വിധത്തിൽ വേണം യോജിപ്പിച്ചെടുക്കാൻ. എല്ലാം നന്നായി യോജിച്ച ശേഷം ഒരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഭരണിയിലേക്കോ മാറ്റാം. ഈ ഒരു സമയമാകുമ്പോഴേക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി വെക്കണം. ചൂടായ ശേഷം നന്നായിട്ട് അത് തണുക്കാൻ വെക്കണം. എല്ലാ മാങ്ങയും മാറ്റി വെച്ച ശേഷം ഒരു കോട്ടൺ തുണിയെടുത്ത് നല്ലെണ്ണയ്ക്കകത്ത് മുക്കാം. എന്നിട്ട് ഈ കുപ്പിക്ക് മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം. കുപ്പിക്ക് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിയിലിട്ട മാങ്ങയ്ക്ക് മുകളിലായിട്ട്. ഇങ്ങനെ തുണി തന്നെ വെക്കണം എന്നില്ല. ഒരു വാഴയിലേക്കകത്ത് കുറച്ച് ഇതേപോലെ നല്ലെണ്ണ ആക്കിയിട്ട്, വാഴയില ആദ്യം വാട്ടണം, വാട്ടിയെടുത്ത ശേഷം അതിൻ്റെ മുകളിൽ നല്ലെണ്ണ ആക്കിയിട്ട് ഇതേപോലെ കുപ്പിക്കകത്തേക്ക് വെച്ചു കൊടുത്താൽ മതി. ഇതുപോലെ സൈഡിലേക്കായിട്ട് ഇങ്ങനെ തിരികെ വെച്ചു കൊടുക്കണം. ഇങ്ങനെ നന്നായി അമർത്തി വെച്ചു കൊടുക്കാം. ഇങ്ങനെ അമർത്തി വെച്ച ശേഷം 2-3 ടീസ്പൂൺ നല്ലെണ്ണ എടുത്തിട്ട് ആ തുണിയുടെ വശങ്ങളിലൂടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടാക്കി തണുപ്പിച്ചു വെച്ചല്ലോ, ആ നല്ലെണ്ണ തന്നെ എടുക്കാം. എന്നിട്ട് അത് ഈ തുണിയുടെ വശങ്ങളിലൂടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മാങ്ങ കേടുവരാതിരിക്കാനും പൂപ്പൽ വരാതിരിക്കാനുമാണ്. അതിനുശേഷം കുപ്പിയായാലും ഭരണിയായാലും നന്നായിട്ട് അമർത്തി അടച്ചു വെക്കണം. പിന്നെ നമ്മളിത് പെട്ടെന്ന് തുറക്കുകയോ അതേപോലെ തുറന്ന് എടുത്ത് ഉപയോഗിക്കുകയോ ചെയ്യരുത്. പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുമ്പോൾ അധികം സ്വാദുണ്ടാവില്ല. കുറഞ്ഞത് ഒരു 4 മാസമെങ്കിലും ഇങ്ങനെ തന്നെ വെച്ചിട്ടേ ഉപയോഗിക്കാവൂ. കേടുകൂടാതെ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും പറയാണ്, എല്ലാ പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ ഉണങ്ങിയത് മാത്രമേ ഉപയോഗിക്കാവൂ. അവസാനം ഇതേപോലെ നല്ലെണ്ണ ഇങ്ങനെ ചെയ്തു വെക്കുകയും വേണം. ഇവിടെ ഇപ്പോൾ കുപ്പി അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ചു വെക്കുകയും ചെയ്തു. അതിൻ്റെ മുകളിൽ കൂടെ ഒരു തുണിയും കെട്ടിവെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ടൈറ്റായിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്തു വെക്കാൻ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.